വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് സാധാരണ ഈ മിഡ് നൈറ്റിലൊക്കെയാണല്ലോ ക്രേവിങ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാതെ ഓരോന്ന് ആലോചിച്ച് കിടന്നപ്പം പെട്ടെന്നൊരു ക്രേവിങ്. പൊതിച്ചോറ് കഴിച്ചിട്ട് കുറച്ച് നാളായി, പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അമ്മയോട് ചോദിച്ചു, നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാൽ എന്നാ ഉണ്ടാക്കിക്കും എന്ന്. വലിയ ആഡംബരമൊന്നും ഇല്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കറികളൊക്കെ വെച്ച് നമുക്കൊരു പൊതിച്ചോറ് തട്ടിക്കൂട്ടാൻ പറഞ്ഞു. ഈ പൊതിച്ചോറിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വാട്ടിയ വാഴയിലയിൽ ഒരു ചൂട് ചോറ് എടുത്ത് വെച്ച് അത് കുറച്ച് തന്നെ റാപ്പ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സ്മെല്ലും ടേസ്റ്റ് ഒക്കെ ഇല്ലേ, അതല്ലേ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, വാ നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം. വായോ. അപ്പൊ നമ്മുടെ പൊതിച്ചോറിന്റെ കറികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പയർ മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ ചീരത്തോരൻ, മുട്ട പൊരിച്ചത്, അച്ചാറ്, ചമ്മന്തി. ഇത്രയുമാണ് ഇന്നത്തെ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇതിൽ അമ്മ പയർ മെഴുക്കുവരട്ടി രാവിലെ വെച്ചു, ഇനി നമുക്ക് ചീരത്തോരൻ വെക്കണം. ബാക്കി കറികളെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവേ. അമ്മ ചീര ഇത് വീട്ടിലുണ്ടായ ചീരയാണേ. ഇത് ഉണ്ടായിട്ട് കുറച്ചായുള്ളൂ, ചെറിയ ചീരയായിരുന്നു. അപ്പം ചീര വെച്ചിട്ട് ഒത്തിരി നാളായി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ചീരത്തോരൻ വെക്കാന്ന് പറഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് വന്ന ഇത്. പിന്നെ നമുക്കിതൊന്ന് തോരനേക്കാം. ഇതിൻ്റെ അമ്മേനെ ഇതൊരു പരിചയപ്പെടുത്തിയില്ല, അല്ലേ? അമ്മേനെ കാണിക്കാം. അമ്മ വന്നേനെ. ആ, ഇതാണ് എൻ്റെ അമ്മ, ബിന്ദു കൃഷ്ണൻകുട്ടി. അപ്പൊ നമുക്ക് ചീര തോരൻ വെക്കാം അല്ലേ? അങ്ങനെ അമ്മ ഇത് ചീര കരിഞ്ഞു, മുളകൊക്കെ അരിയുക. തേങ്ങ ഇടുന്നുണ്ടോ അമ്മ? തേങ്ങ ഇടണം. നല്ല വെള്ളമാ? നമ്മളിത് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത് മിക്സിയിലല്ല, കല്ലിലാണ്. ഒത്തിരി നാളായി കല്ലിലരച്ച ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട്. പണ്ടൊക്കെ അമ്മ കറിക്ക് അരയ്ക്കുന്നതൊക്കെ കല്ലിലായിരുന്നു. ഇപ്പം മിക്സി വന്നാൽ പിന്നെ എല്ലാം മിക്സിയിലല്ലേ. അപ്പം കല്ലിലരച്ച ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം ഞങ്ങൾ ഓർക്കുന്നെങ്കിൽ ഇന്ന് നമുക്ക് കല്ലിലരച്ച ചമ്മന്തി ആക്കാമെന്ന്. ഞാനല്ല ചമ്മന്തി അരയ്ക്കുന്നത്, അമ്മയാണ്. ഞാൻ പണ്ടങ്ങാണ്ടാണ് കല്ലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്, കാരണം മിക്സിയൊക്കെ വീട്ടിൽ വാങ്ങുന്നതിന് മുന്നേ. ഒത്തിരി നാളായി. അപ്പം പരിചയസമ്പന്നയായ ഒരാളാണ് ഇന്നത് കൈകാര്യം. ഇപ്പൊ മിക്സിയിലൊക്കെ അരച്ചിട്ട് ഇങ്ങനെ കല്ലിലരയ്ക്കാൻ ബുദ്ധിമുട്ടാ ഉണ്ടോ? എനിക്കെപ്പോഴും ഇഷ്ടം കല്ലിലരച്ച്. ആ, ടേസ്റ്റ് ഇതിനല്ലേ കല്ലിലരച്ച് വെക്കുന്നതിനല്ലേ ടേസ്റ്റ്. തീയലിനൊക്കെ എനിക്ക് ഇഷ്ടം കല്ലിലരച്ച് വെക്കുന്നതാ അല്ലേ. മിക്സിയിലിട്ടതിന് നമ്മൾ ചിലപ്പോൾ വെള്ളം ചേർക്കുകയല്ലേ. ഇനി എളുപ്പത്തിന് വേണ്ടി നമ്മൾ മിക്സിയിലൊക്കെ അരയ്ക്കും. ഇതിലൊക്കെ അത്യാവശ്യം അപ്പോൾ നമുക്കിനി പോയി വാഴയില വെട്ടാം. ഇനി നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് വാഴയില വെട്ടാവേ. ഏതാ വാഴ നമ്മൾ വെട്ടുന്നത്? ഇഷ്ടം പോലെ വാഴയുണ്ട്.
അതെടുക്കാന്നോ? ഇത് പറിക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ വാഴയിലൊക്കെ കിട്ടി ഗൈസ്. നമുക്കിനി പോയി ചോറ് പൊതിയാം. അങ്ങനെ ഇത് നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പയറ് മെഴുക്ക് പുരട്ടി, മുട്ട, അച്ചാറ്, ചമ്മന്തി, ചീരത്തോരൻ, ചോറ്. അപ്പോൾ നമുക്കിത് പൊതികെട്ടാം അല്ലേ മാം? ഓക്കെ, നമുക്ക് ചോറ് പൊതി കെട്ടാം. ആദ്യം ഉപ്പിടണം. ഉപ്പിട്ടിട്ടാണ് ചോറ് വിളമ്പേണ്ടത് അല്ലേ? ഇത് ആദ്യം ആർക്കാ? അച്ചയ്ക്ക് ആദ്യം വിളമ്പുന്നത്. എനിക്ക് ഇത് ഇങ്ങനെ വിളമ്പാൻ അറിയാം, പക്ഷെ ഇങ്ങനെ പൊതിയാനൊന്നും അറിയില്ല. തിന്നാൻ മാത്രമേ അറിയുള്ളൂ. ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലേ? ചീരത്തോരൻ, ചമ്മന്തി, പയർ മെഴുക്ക് പുരട്ടി, ഒരു മുട്ട, അച്ചാറ്, മുട്ട ഒരു മുട്ടയും വെച്ചു. ഇനി പേപ്പറിൽ പൊതിക്കണം അല്ലേ? അടുത്തിനി അമ്മയ്ക്കുള്ള പൊതിച്ചോറാണ്. അയ്യോ, ഉപ്പിട്ടില്ല. അതിനായി ചോറിന്റെ മണ്ണിലോട്ട് ഇട്ടിട്ടാൽ മതി. ചമ്മന്തിയൊക്കെ ഇഷ്ടമുണ്ട്. ഇനി ഉപ്പിടണ്ടേ? ഉപ്പ് താഴെ ഇടാത്തോണ്ട് അതിന്റെ ടേസ്റ്റ് കുറയോ? അങ്ങനെ കറിക്ക് വളരെ നല്ല ഉപ്പാണ്. എന്തേ കോഴി? One hour later, 2 hours later, 3 hours later. അങ്ങനെ ഇതാ ഗൈസ്, നമ്മുടെ പൊതിച്ചോറ് നമ്മൾ കഴിക്കാൻ പോവാണ്. ആദ്യം അമ്മയാണ് കഴിച്ച് നോക്കുന്നത്. തുറന്നേ നമുക്ക് നോക്കാം. ഇപ്പോൾ സമയം കുറച്ചായി കേട്ടോ, നമ്മൾ വെച്ചിട്ട് കുറേ നേരം ആയില്ല. നമുക്ക് നോക്കാം എങ്ങനെയായി. എങ്ങനെയുണ്ട്? റെഡിയാണോ? മണ്ണോട് ചോറാണ്.
അടിപൊളി, സൂപ്പർ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ പൊതിച്ചോറുണ്ടാക്കി കഴിക്കാൻ തോന്നുവാണെങ്കിൽ കഴിക്കുക. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഞാൻ മമ്മിക്ക് തൊണ്ടോന്നാണോ?